15 കുറയില്ല. 15-ൽ ഒരു കാരണവശാലും കുറയും. 15,000 വോട്ടിനേക്കാൾ കുറയില്ല. നിലമ്പൂരിൽ UDF വിജയിച്ചു. 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചത്. തുടക്കം മുതൽ ആര്യടൻ ഷൗക്കത്ത് UDF തന്നെയാണ് ഓരോ റൗണ്ടിലും മുന്നിട്ട് നിന്നത്. അവസാന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ അവസാനത്തെ 2 പഞ്ചായത്തിൽ കരുളായിലും അമരമ്പലത്തിലും മാത്രമാണ് UDF-നെ മറികടന്നുകൊണ്ട് LDF-ന് ഓരോ റൗണ്ടിലും ലീഡ് നിലനിർത്താൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ മണ്ഡലത്തിൽ മുഴുനീളം UDF-ന് ആധിപത്യമുണ്ടായിരുന്നു എന്നർത്ഥം. പക്ഷേ UDF വിചാരിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. UDF ആദ്യം പറഞ്ഞത് എത്രയാണ്? 25,000 അതിനുശേഷം പറഞ്ഞതോ അത് നമുക്ക് കേൾക്കാം. 15,000 മിനിമം 15,000 എഴുതിക്കോളി. പറഞ്ഞു അല്ല കുഞ്ഞാലിക്കുടി സാഹിബ് അല്ലല്ല കേട്ടോ കുഞ്ഞാലിക്കുടി സാഹിബ് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനത്തിന് അതിശക്തമായ നേതൃത്വം കൊടുത്താൽ മുൻനിരയിൽ നിന്നാളാ. ഞങ്ങളുടെ എല്ലാവരും ഒറ്റ കണക്കാ. ഞങ്ങളുടെ കണക്ക് 15,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷെ ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു വോട്ട് കൂടിയുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ആഴം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ കൂടുതലാണ്. അത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. 15 കുറയില്ല. 15-ൽ ഒരു കാരണവശാലും കുറയും. 15,000 വോട്ടിനേക്കാൾ കുറയില്ല. ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ UDF നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും എന്തിനേറെ പറയുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞിരുന്നു 25,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നും. അതിലേക്ക് പക്ഷേ എത്താൻ UDF-ന് കഴിഞ്ഞില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ UDF നേതാക്കൾ പറഞ്ഞത് അതാണ് പ്രേക്ഷകർ കേട്ടത്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, മിനിമം 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ്. അതിലേക്കും എത്താൻ UDF-ന് കഴിഞ്ഞില്ല. 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യടൻ ഷൗക്കത്തിന് ജയിച്ചത്. എന്തുകൊണ്ടാണ് 15,000-ഉം അതിനു മുമ്പ് 25,000-ഉം എന്ന കണക്ക് UDF പറയാൻ കാരണം? 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു ബൈ ഇലക്ഷൻ, സ്വാഭാവികമായും അവിടുത്തെ ജയം 2026-ലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വൻ വിജയം ഇവിടെ നേടുകയും നിലമ്പൂരിൽ നേടുകയും അത് ഒരു പ്രചരണായുധമാക്കുകയും സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുകയാണ് കേരളത്തിൽ എന്ന് പ്രചരിപ്പിക്കുകയും ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞു, കൊടുങ്കാറ്റ് പോലെ വൻ ഭൂരിപക്ഷം നേടി നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന രൂപത്തിലുള്ള വലിയ പ്രചാരണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു KPCC-യും UDF-ഉം. അതിനുവേണ്ടി കോൺഗ്രസ് തയ്യാറെടുത്തിരുന്നു. സുനിൽ കനോഗുലു കോൺഗ്രസിന്റെ UDF-ന്റെ പ്രചാരണത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്ന വ്യക്തി. അദ്ദേഹം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അത് പക്ഷേ നടന്നില്ല. വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് കേരളത്തിൽ ഇതാ ഞങ്ങൾ തേരോട്ടം ആരംഭിച്ചു എന്ന പ്രചാരണത്തിന് UDF-ന് കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ UDF ജയിച്ചു, അവിടെ ആര്യടൻ ഷൗക്കത്ത് ജയിച്ചു, പക്ഷേ കേരളത്തിൽ UDF തോറ്റു എന്ന് പറയേണ്ടി വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിശകലനത്തിൽ പറയാൻ കഴിയുക. എന്താണോ പ്രതീക്ഷിച്ച് നിലമ്പൂരിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വണ്ടി കയറിയത്, ആ പ്രതീക്ഷ നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല, UDF-ന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിരാശയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ ഉള്ളത്. വലിയ ആഘോഷം പുറമേയുണ്ട്, വലിയ ആഘോഷ തിമിർപ്പ് പുറമേ നടത്തുന്നുണ്ട്. നേതാക്കൾ ആഘോഷത്തോടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ അടിത്തട്ടിൽ ആ ആഘോഷമില്ല. കാരണം വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നത് തന്നെ. അതുകൊണ്ട് വലിയ വിജയം UDF-ന് നേടാൻ പുറമെ പറയാൻ കഴിയുമെങ്കിലും ആ വിജയം അത്രമാത്രം UDF കേന്ദ്രങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. ഇത് വെച്ച് 2026-നെ മറികടക്കാൻ കഴിയില്ല എന്ന തോന്നൽ UDF നേതാക്കളിൽ ഇപ്പോഴേ പിടികൂടിയിട്ടുണ്ട്. കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന ചിന്ത പൊതുവെ UDF-നകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ UDF-ൽ കാണാൻ കഴിയും.